Nehemiah chapter 2. നെഹമ്യാവിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. Chapter 2 verses 1 through 5. അർത്ഥശഷ്ടാ രാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞെടുത്ത് അവന് കൊടുത്തു. ഞാൻ ഇതിന് മുമ്പ് ഒരിക്കലും അവന്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. രാജാവ് എന്നോട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനം ഒന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്തെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട്, രാജാവിൻ്റെ തിരുവുള്ളമുണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ച് എങ്കിൽ അടിയനെ യഹൂദയിൽ നിന്ന് എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്നയക്കണമേ എന്ന് ഉണർത്തിച്ചു. Let us read. I am going to read verses 4 and 5. Then the king said to me, what would you request? So I prayed to the God of heaven. I said to the king, if it pleases the king, and if your servant has found favor before you, send me to Judah, to the city of my father's tombs, that I may rebuild it. നമ്മൾ ചില ആഴ്ചകളായിട്ട് നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 13-ന്റെ ചില വാക്യങ്ങൾ, 1-ാം അധ്യായം അതിനകത്തെ പ്രധാന കാര്യങ്ങൾ ചിന്തിച്ച് വരികയായിരുന്നു. ഇത് മിക്കവാറും നെഹമ്യാവിൻ്റെ പുസ്തകത്തിനകത്തെ ലാസ്റ്റ് സർമണായിരിക്കും. ഞാൻ ഇന്ന് തൽക്കാലത്തേക്ക് ഇവിടം കൊണ്ട് ഈ പുസ്തകം നിർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ചോദിച്ചാൽ 2, 3, 4 ഒക്കെ പിന്നാലെ പറയാം. For the past few weeks, we have been meditating from this book of Nehemiah, especially chapter 8, verses 13, and also chapter 1 throughout the chapter. And today I am going to, if God willing, finish this book for now. If God allows, I will continue with this book later on. 1-ാം അധ്യായത്തിനകത്ത് വളരെ ക്രൈസിസിലകപ്പെട്ട ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ് 1-ാമത്തെ അധ്യായം. First chapter is a man of God who was in severe crisis, and his prayer was mentioned in chapter 1. ആ പ്രാർത്ഥനയ്ക്കകത്ത് വളരെ കൃത്യമായ വിഷയമുണ്ടായിരുന്നു, പർപ്പസ് ഉണ്ടായിരുന്നു, താൻ അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. നമ്മൾ 7 കാര്യങ്ങളാണ് ആ പ്രാർത്ഥനയെ പറ്റി ലാസ്റ്റ് വീക്കിൽ ചിന്തിച്ചത്. Last week we meditated that in that prayer there were 7 things. It was an urgent need. It was very specific. We meditated already from the chapter last week. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിനകത്ത് കിസ്ലേവ് മാസം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കിസ്ലേവ് മാസം. First chapter, first verse, we are reading in the month of Chislev. 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നിസാൻ മാസം എന്ന് നമ്മൾ വായിക്കുന്നു. And again in chapter 2 verse 1, month of Nisan. ഈ 2 മാസങ്ങൾ തമ്മിൽ അറൗണ്ട് 4 മാസങ്ങളുടെ ഗ്യാപ്പാണുള്ളത്. 4 മാസങ്ങളുടെ ഗ്യാപ്പ്. Between these months, Chislev and Nisan, there is a gap of 4 months. ഈ 4 മാസങ്ങളുടെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 4 മാസത്തോളം നെഹമ്യാവ് പ്രാർത്ഥിക്കുകയായിരുന്നു, ഉപവസിക്കുകയായിരുന്നു, ഈ ഒരു കാര്യം രാജാവിനോട് പറയാനായിട്ട് ഒരുങ്ങുകയായിരുന്നു. We can see here that the 4 months period which Nehemiah received, he was fasting and praying in order to come before the presence of a king. താൻ ജോലി ചെയ്ത് ഇവിടെ 4 മാസം ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ജ്യൂസിൻ്റെ ഫാസ്റ്റിംഗ് എന്നുള്ളത് സൺ ഡൗൺ ടു സൺ ഡൗൺ ആണ്. എന്ന് പറഞ്ഞാൽ അവർ 24 hours ഫാസ്റ്റ് ചെയ്യുന്ന ആഹാരം കഴിക്കുന്നു. 24 hours ആ നിലയിലാണ് അവരുടെ ഫാസ്റ്റിങ്ങിൻ്റെ ആ ട്രഡീഷൻ ഉള്ളത്. 4 മാസം ജോലിയോടെ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ആ സമയമായപ്പോൾ രാജാവിനോട് ചെന്ന് നെഹമ്യാവ് കാര്യം പറയുന്ന അധ്യായത്തിലെ രേഖയാണ് ചാപ്റ്റർ 2. And we can see as a Jewish tradition from sunset to another sunset, that's their tradition of fasting, almost 24 hours every day, 4 months with his job. He was fasting and praying before he was appearing before the presence of a king. കഴിഞ്ഞ 4 മാസമായിട്ട് മതിൽപ്പണിക്കായിട്ട് പ്രാർത്ഥിക്കുകയും ജനത്തിൻ്റെ സ്ഥിതി മാറാനായിട്ട് ഉപവസിക്കുകയും ദൈവത്തിൻ്റെ പട്ടണത്തിലൊരു മതിൽ കെട്ടാനായിട്ട് എല്ലാ സ്പിരിച്വലായിട്ടുള്ള ഒരു ഒരുക്കം നടത്തുകയും ചെയ്യുകയായിരുന്നു നെഹമ്യാവ്.
For a past 4 months, almost 4 months, this man of God, Nehemiah, was preparing in fasting and in praying in order to build up a wall around the city of Jerusalem. ഏറ്റവും മനോഹരമായ കാര്യം എന്നാണെന്നറിയാമോ? 1-ാം അധ്യായത്തിനകത്ത് എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യമില്ലാതെ വേദനയാൽ പ്രാർത്ഥിക്കുന്ന നെഹമ്യാവിനെ കാണാം. 2-ാം അധ്യായത്തിനകത്ത് ഏത് വിഷയത്തിനായിട്ട് പ്രാർത്ഥിച്ചോ ആ വിഷയത്തിന് സ്വർഗത്തിലെ ദൈവം മറുപടി കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട അധ്യായമായി 2-ാം അധ്യായത്തെയും കാണാം. In first chapter we can see Nehemiah, the man of God, was unable to stand straight up. He was sitting down, he was weeping, he was crying, he was fasting. But in chapter 2 we can see that earnest prayers answered. നെഹമ്യാവിൻ്റെ ഈ 1-ാം അധ്യായത്തിലെ പ്രാർത്ഥനയോട് ചേർത്ത് ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദൈവപ്രസാദകരമാണെങ്കിൽ, ദൈവത്തിന് മഹത്വമുള്ളതാണെങ്കിൽ, അവൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിയാണെങ്കിൽ, അവൻ്റെ നാമത്തിൻ്റെ ഉയർച്ചയാണെങ്കിൽ, എന്തെല്ലാം തടസ്സമായിട്ട് വന്നാലും രാജാവിൻ്റെ ഹൃദയത്തെ ഉണർത്താൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. Hallelujah. I would like to exhort you all, whatever we are praying, if that prayer is according to the will of God, and also if it is meant for the expansion of the kingdom of God, our God is a God who is answering all of our prayers. നെഹമ്യാവിന്റെ ദൈവം ഇന്നും അവിടെ തന്നെയുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവഹിത പ്രകാരമുള്ളത് തിരുസന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറയ്ക്കാനുള്ള കാര്യം എന്നാണെന്നറിയാമോ? ഭക്തന്മാർ ദൈവനാമ മഹത്വത്തിനായി തിരുസന്നിധിയിൽ അപേക്ഷിച്ച കാര്യങ്ങൾക്കെല്ലാം തക്ക സമയത്ത് മറുപടി നൽകിയ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. We are serving a God who has answered all of our forefathers' prayer. A prayer answering God is the God, so we can earnestly say that our Redeemer lives. നമുക്കറിയാം ഈ അർത്ഥശഷ്ട ആ രാജാവിന്റെ മൊത്തം പേരെന്നാന്നറിയാമോ? ഓർത്തിരുന്നു. അർത്ഥശഷ്ട ലോഞ്ചി മാനസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതൊന്നും പഠിച്ച് നിങ്ങളുടെ സ്പേസ് കളയണ്ട. നമുക്കറിയാം ഈ പ്രോജക്റ്റ് നടക്കണമെങ്കിൽ രാജാവിന്റെ ഹൃദയം ചേഞ്ച് ആകണം, അല്ല നടക്കില്ല. We all know that if this project needs to be successful, a king, a Gentile king's heart should be changed or mind should be changed. 1:11 പ്രയർ റിക്വസ്റ്റ് നെഹമ്യാവിന്റെ. നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. That is the prayer request. The prayer request is hidden in chapter 1 verse 11. You may your servant be successful today and grant him compassion before this man. That was the prayer of a man of God. എന്നാൽ 4 മാസത്തെ തൻ്റെ പ്രാർത്ഥന നിമിത്തം ദൈവത്തിൻ്റെ മനസ്സലിവുണ്ടാകുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ മനസ്സലിവെന്നറിയാമോ? വളരെ ശ്രദ്ധയോടെ ആ വേദഭാഗത്തേക്ക് നോക്കുമ്പോൾ അറിയാം, നെഹമ്യാവ് വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. 4 മാസമായപ്പം ദൈവത്തിന് മനസ്സിലായി ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി. ദൈവം രാജാവിൻ്റെ ഹൃദയത്തെ ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. After 4 months, God has been working in the heart of a king or a mind of a king, and God began to work on a prayer of a man of God. ഈ നമുക്കറിയാവുന്നൊരു വാക്യമുണ്ടല്ലോ, രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ. അവിടുത്തെ പ്രയോഗം ശ്രദ്ധിച്ചോ? നീർത്തോട് കണക്കെ എന്ന് പറഞ്ഞാൽ എന്നാ? വലിയ 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 റിവറാണെന്നല്ല, ജസ്റ്റ് ഇങ്ങനെ വെട്ടിവിടാവുന്ന പോലെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ വാഴുന്ന ദൈവത്തിൻ്റെ മുന്നിൽ അർത്ഥശഷ്ട ലോഞ്ചി മാനസൊന്നുമല്ല. സകലരെയും സകലത്തെയും തീരുമാനിക്കും ദൈവമാണ്. ഇങ്ങനെയാണ് നമ്മൾ സദൃശവാക്യത്തിൽ വായിക്കുന്നത്. King's heart is like channels of water in the hands of God. He turns it wherever he wishes. Amen. Hallelujah. അത് നമ്മോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെയല്ലേ? Amen. നമ്മൾ ഒരിക്കലും നടക്കുകയില്ല നീന്തിക്കുന്ന കാര്യത്തെയും കർത്താവ് തൻ്റെ സമയമാവുമ്പോൾ അത്ഭുതകരമായി വളരെ ഈസിയായി ഒരു നീർത്തോടിനെ വെട്ടിവിടുന്ന പോലെ തമ്പുരാൻ ചെയ്യുകയാണ്. കർത്താവ് ചെയ്ത പല അത്ഭുതങ്ങളും ദൈവത്തിൽ ആശ്രയിക്കാൻ ഇന്ന് പകൽ നമുക്കിടയായി തീരട്ടെ. Amen. Each one of us also have several experiences in our life. Our God is a God who is of impossibilities. There is nothing too difficult for our Father. ഇവിടെ
നെഹമ്യാവിന് വേണമെങ്കിൽ തൻ്റെ ഫെയ്ത്ത്ഫുൾനെസ് ഒക്കെ പറഞ്ഞ് രാജാവിനോട് പറയാമായിരുന്നു, ഞാൻ ഇത്രയും കാലം വിശ്വസ്തയോടെ സേവിച്ചതല്ലേ. നോ, അതൊന്നുമില്ല. നെഹമ്യാവിനാകെ ആശ്രയിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. Maybe Nehemiah was a man of God. He could have said a lot of his own integrity before God, but nothing he was putting forward, but he was submitting and confessing his as well as his forefathers' sins here. ഈ ആകെ ആശ്രയിക്കാൻ ഞാൻ പറഞ്ഞത് അത് മാത്രം മതിയല്ലേ, വേറെ ആരും വേണ്ട നമുക്ക്. കർത്താവ് മാത്രം മതി. ഞാൻ അതിൻ്റെ ആ വിഷയത്തിലേക്ക് വരാനായിട്ട് പോവുകയാണ്. കർത്താവ് മാത്രം മതി. ഇവിടെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഈ രാജാവിൻ്റെ ഹൃദയത്തെ ദൈവം തിരിച്ചു. And a king's heart is being turned. The direction was turning. എങ്ങനെ തിരിച്ചെന്നറിയാമോ? നെഹമ്യാവിനോട് രാജാവ് 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. 4 ക്വസ്റ്റ്യൻസ്. How did God intervene in the mind of a king? Here we can see the king was asking 4 questions to Nehemiah. ഞാൻ അതിനിങ്ങനെ പറയാം, ദൈവം ആ കിങ്ങിനെ കൊണ്ട് 4 ചോദ്യം ചോദിപ്പിച്ചു. ആ ചോദ്യത്തിന്റെ മറുപടിയിലാണ് ഈ വിഷയം ടേൺഡ് ആകുന്നത്. But God was enabling the king to ask Nehemiah 4 questions. That is turning the situation. ഈ രാജാവിനെ കൊണ്ട് ചോദിപ്പിച്ചെന്ന് പറയാൻ കാര്യം, അവിടുന്നാണ് രാജാവിനെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. ഹി ഈസ് കൺട്രോളിങ് എവറിത്തിങ്. Because God is controlling. He is the one who controls even a king. അന്നത്തെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രാജാവിന്റെ ഹൃദയത്തിൽ 4 ചോദ്യം ദൈവം ഇട്ടിട്ട് പറഞ്ഞു, ഇത് നീ ചോദിക്കണം അവനോട്. God put forward these 4 questions in the king's mind and made the king to ask these 4 specific questions to the man of God Nehemiah. ആദ്യത്തെ 10 വാക്യം വായിക്കുമ്പോൾ ഈ 4 ചോദ്യം അവിടെ ഉണ്ട്. ഈ 4 ചോദ്യത്തിന്റെ പ്രതികരണമാണ് ഈ പ്രാർത്ഥനയുടെ മറുപടി. The answers to these 4 questions is the answer of Nehemiah's prayer request. ഒന്നാമത്തെ ചോദ്യം നമ്മൾ വായിച്ചായിരുന്നു. രാജാവ് എന്നോട്, 2-ാം വാക്യം, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. First question we can see in verse 2. King said to me, why is your face sad, though you are not sick? നമ്മുടെ മലയാളത്തിലൊരു പ്രോവർബ് ഉണ്ട്, മുഖം കള്ളം പറയുകയില്ല. കേട്ടിട്ടുണ്ടോ? There is a proverb in Malayalam, usually faces won't tell a lie. എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് ഭൂകമ്പം ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി എന്ത് ചെയ്യുക? നമ്മൾ എത്ര അഭിനയിച്ചാലും ശരിയാകില്ല, കാണുമ്പോഴറിയാം എന്തോ കുഴപ്പം. സെയിമാണ് 10-30 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നെഹമ്യാവിൻ്റെ മുഖത്താകെ ഒരു പ്രശ്നം. That king was seeing this man of God Nehemiah for the past 30 years continually. So on a first hand, when he noticed Nehemiah's face, he noticed a sadness on his face. ഇവിടെ ബൈബിളിൽ അങ്ങനെ തന്നെ വാക്യമുണ്ട്. ഒരു വാക്യം കേട്ടോ, ഈ ഒരു വാക്യം ഒന്ന് വായിച്ചു പോകാം. പ്രോവർ 15:13 ഇടയ്ക്ക് ഒന്ന് വരച്ചിടുന്ന നല്ലൊരു വാക്യമാണ്. പ്രോവർ 15:13 എന്താ വാക്യം എന്നറിയാമോ? സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ട് ധൈര്യം. എത്ര മനോഹരമായൊരു വാക്യമാണല്ലേ. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു. നെഹമ്യാവിന് എന്നാ പറ്റിയേ? തൻ്റെ വൈഫിന് കുഴപ്പമില്ല, തൻ്റെ മക്കൾക്ക് കുഴപ്പമില്ല, തൻ്റെ ജോലിക്ക് കുഴപ്പമില്ല. പക്ഷെ അങ്ങ് ദൂരെ ഒരു ഗ്രൂപ്പ് ആളുകൾ താൻ കണ്ടിട്ടില്ല, താൻ ജനിച്ച സ്ഥലമല്ല, പറഞ്ഞു കേട്ടുള്ള അറിവും തിരുവെഴുത്ത് വായിച്ചുള്ള അറിവുമാണ്. പക്ഷെ ആ ജനത്തിൻ്റെ ഭാരം കാരണം തൻ്റെ ഹൃദയത്തിന് വേദനയായി മുഖം മറ്റുള്ളവർക്ക് നോക്കിയപ്പോൾ മനസ്സിലാകത്തക്കവണ്ണം. We can see here a man of God, Nehemiah. He is safe, his family is safe, he is holding a very eminent royal position. But his relatives or his blood is suffering on another land. His fathers and the generation was suffering in another land. Though he didn't see them, though he didn't visit them, though he didn't know that place, but still he was carrying that burden. നോക്കൂ, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഞാൻ ആ വിഷയത്തിൻ്റെ നോക്കിയേ. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് അത് അന്നത്തെ ഒരു ഇതാ, ഒരാൾ പറഞ്ഞ പോലെ നമ്മൾ ഒരാളോട്
ദൈവം ദീർഘായുസ് തരട്ടെ എന്ന് പറയുന്നതിനകത്ത് ഒരു പഞ്ഞവും കാണിക്കരുതെന്ന് പണ്ടൊരാൾ പറഞ്ഞിട്ട്, അങ്ങനെ പറയും നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? നന്നായി വരട്ടെ. അല്ല, ആരെ പറഞ്ഞ പോലെ ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ വല്ലരോട് എന്ത് ചെയ്ത്? നോ. ഇവിടെ രാജാവ് എന്നാ പറഞ്ഞത്? രാജാവിനോട് നെഹമ്യാവ് എന്നാ പറഞ്ഞേ? ദീർഘായുസ്. എടുത്ത പാടെ ഇന്നതാ വിഷയമെന്ന് പറയുമായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്കൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്നാ? ഉടനെ സ്വർഗത്തിലെ ദൈവത്തോട് എന്ത് ചെയ്തിട്ട് ഒരു സ്പ്ലിറ്റോ സെക്കൻഡ് കിട്ടി. ഈ ക്വസ്റ്റ്യൻ്റെ ഇടയ്ക്ക് ആൻസർ പറയുന്നതിനിടയ്ക്കായിട്ട് ഒരു ഭക്തൻ പറഞ്ഞെന്നറിയാമോ? 1 സെക്കൻഡ് കൊണ്ട് ദൈവ സാന്നിധ്യത്തിലേക്ക് വരുന്നവനാണ് ആത്മീയൻ. Hallelujah. Stotram, stotram. This man of God, Nehemiah, was asked a question. Within a split of second, he was started to have a prayer in his mind, what to reply to the king. ഇതിങ്ങനത്തെ ഒരു സർമൺ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി എക്സാമ്പിളൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ പ്രാർത്ഥനയ്ക്കൊക്കെ വലിയ ഫൗണ്ടേഷനൊക്കെ എന്തുകൊണ്ട് ഇടേണ്ട വരുന്നതെന്നറിയാമോ? കണക്ഷൻ കുറവായതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം, നമ്മൾ വലിയ പരത്തി വൈഡറായിട്ടൊക്കെ ഇങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് പറയും. നോ, സ്പ്ലിറ്റ് എ സെക്കൻഡ്. എന്താ പ്രാർത്ഥിച്ചേ? എൻ്റെ കർത്താവെ ഞാൻ പറയാൻ പോവാ, അത്രേ പ്രാർത്ഥിച്ചുള്ളൂ. കാരണം എന്നാ? ഓൾവേസ് ഉയരവുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നുള്ളതാ. എത്ര പേർക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റും? മൈ ഹാർട്ട് ഈസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് ഹെവൻ. 1 സെക്കൻഡ് കൊണ്ട് എനിക്ക് ചെല്ലാനായിട്ട് പറ്റും. കർത്താവേ എന്ന് വിളിക്കുമെന്ന് തന്നെ അറിയാം അവനുമായിട്ടുള്ള ബന്ധം. അങ്ങനെ ജീവിച്ച ഒരുവൻ. Amen. Here a man of God, Nehemiah, was asked a question by a royal king. Within a split of second, he was shooting a prayer. That prayer was so specific, and that is because God was answering, because he was always in a constant communion with his Father. Praise the Lord. Amen. ഇതൊരു പ്രാക്ടിക്കൽ സർമണാണല്ലോ. അങ്ങനെ ഒരു ബന്ധം കർത്താവിനോടുണ്ടോ? ആ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ പ്രാർത്ഥിക്കാനുള്ളൊരു ബന്ധം. Do we all have a connection, a constant communication with our Father in heaven? അതോ ഈ ഇടയ്ക്ക് ഈ ഉള്ള കണക്ഷനാണോ? നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ ഫാസ്റ്റ് ചെയ്യുകയാണോ? അതോ കർത്താവുമായിട്ട് ഓൾവേസ് അബ്ബാ എന്ന് വിളിക്കുമ്പം എൻ്റെ മകനെ എന്ന് തിരിച്ചു കേൾക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ കർത്താവുമായിട്ടുണ്ടോ നമുക്ക്? Let us all think, do we have a constant relationship with our Father so that we can communicate anything and everything in a split of seconds? രാജാവ് ചോദിക്കാൻ, നിന്റെ അപേക്ഷ എന്ത്? ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാൻ പറയാൻ പോവുക. നോക്കൂ, അതാണ് ആ പർട്ടിക്കുലർ ടൈം. Then the king was asking, what would you request? We can see here, so I prayed to the God of heaven immediately. ഒന്നാമത്തെ ചോദ്യം അവിടെ കാണുന്നത്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? First question we can see, why is your face sad though you are not sick? From the king. മൂന്നാമത്തെ വാക്യത്തിനകത്ത് മുഖം വാടിയതിന്റെ ആൻസർ പറയുക നെഹമ്യാവ്. എന്താ? ഞങ്ങളുടെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം, അതിന്റെ വാതിലുകൾ തീ കൊണ്ടും ആ പട്ടണം ശൂന്യമായി വെന്ത് കിടക്കെ എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ? He was answering to the king, let the king live forever. Why should my face not be sad when the city, the place of my father's tombs, lies desolate and its gates have been consumed by fire? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം തൊട്ട് ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഇത് ദൈവസഭയുമായിട്ട് കണക്ട് ചെയ്യണം. We have to connect these things to the church of God. അതോ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, വേറെ ആരോടും ഒരു ബന്ധോ? Or do you all think that? ഫോളോയിങ് മീ. ഞാൻ അടുത്ത ആഴ്ച പോളിനെ പ്രസംഗിക്കാം അല്ലേ? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ, വേറെ ആരുമായിട്ട് ഒരു ബന്ധോ അവരുടെ ആത്മീയതയും വിഷയമല്ല. യോഹന്നാൻ എന്നാ പറഞ്ഞെന്നറിയാമോ? ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുന്നവനോട് കൂട്ടുസഹോദരനോട് കൂട്ടായ്മ ഇല്ലാത്തവൻ കള്ളനാണെന്നാണ് ബൈബിൾ പറയുന്നത്, ഞാൻ പറഞ്ഞല്ല. Bible is very clearly teaching us, if we have a communication or a constant relationship with our God in heaven, then we would need to have, or we usually have, a communication or a relationship with our co-brothers and sisters. പ്രിയപ്പെട്ടവരെ, ദൈവസഭയുടെ വളർച്ചയ്ക്കകത്ത് നമ്മുടെ സ്ട്രാറ്റജി ആവശ്യമില്ല കർത്താവിന്. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞതിന്റെ കാര്യം? For the churches, പെയിനുള്ള, വേദനയുള്ള, ആത്മീയതയെ പറ്റി കാഴ്ചപ്പാടുള്ളവനെ മാത്രം ദൈവത്തിന് മതി.
Amen. For the church's growth, no man's strategies are needed. Only a submissive heart and with a prayerful attitude, we can win this battle. എനിക്ക് ഈ കമ്മിറ്റികളും ഒക്കെ കൂടുമ്പം വളരെ ക്ലവറായിട്ടും സ്ട്രാറ്റജിക്കലായിട്ടും ഒക്കെ ആളുകൾ പറയുന്നത് കാണുമ്പോൾ എനിക്ക് അവരോട് സഹതാപമാണ് കാണുന്നത്. When there are committees and when there are meetings, there are certain people with the strategies in their mind, they answers, and I sympathizes with them. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കല്ലറയുള്ള സ്ഥലം, നമുക്കതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം? വിശുദ്ധന്മാർ ജീവൻ കൊടുത്ത ഒരു പ്രമാണമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്, അല്ലേ? രണ്ട്, ദൈവസഭയ്ക്ക് ഇന്ന് മതിലോ വാതിലോ ഉണ്ടോ? അതോ ആർക്കും ഇതിനകത്ത് കയറുകയും വരികയും പോകാമോ? Let us think whether our churches of God, do they have a wall around the church and also do that church as a gate, or is it open so that everyone can come in and out and do whatever they want to? അങ്ങനെങ്കിൽ ഒരുവന്റെ ഏറ്റവും വലിയ വേദന എന്നായിരിക്കണം അറിയാമോ? ദൈവവചനം എന്ന വാതിലില്ലാത്ത ദൈവസഭകൾ നമ്മുടെ ഇടയിൽ പെരുകുന്നത് കൊണ്ട് അതിനെപ്പറ്റി വേദനയുള്ളവർ നമ്മുടെ ഇടയിൽ എഴുന്നേൽക്കണം. നെഹമ്യാവ് പറയുക, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറയുള്ള സ്ഥലം, അവർ വില കൊടുത്തു വാങ്ങിയ സ്ഥലം, അവർ അധ്വാനിച്ച് പണിത ആലയം, അവർ ഒരുമിച്ച് പണിത മതില് ശൂന്യമായും തകർന്നും കിടക്കുമ്പോൾ എനിക്ക് ചിരിക്കാനായിട്ട് കഴിയില്ല, എൻ്റെ ഹൃദയം തകർന്നിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. Here this man of God Nehemiah was answering that my forefathers' tombs or the church of God is without a gate or without a wall, and it is completely in desolation or destruction. That made me sad. That is the answer of Nehemiah here. നമ്മുടെ ഹൃദയം കരയട്ടെ, നമ്മുടെ മുഖം വാടട്ടെ, എന്തോർത്ത്? നമ്മുടെ ആത്മീയതയോർത്ത്. By thinking about our church's growth and also about our spirituality, let each one of us be sad and let each one of us be broken. ഒന്നാമത്തെ 4 ചോദ്യം പറയണം. രണ്ടാമത്തെ ചോദ്യമാണ് 4-ാം വാക്യം. നിന്റെ മുഖം പാടിയിരിക്കുന്ന എന്ത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ രാജാവ് ചോദിക്കുന്നു, നെഹമ്യാവ് ആൻസർ പറയുന്നു. രണ്ടാമത്തെ ചോദ്യം 4-ാം വാക്യം. വീണ്ടും രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത്? Second question. Again we can see the second question in verse 4. King was asking, what would you request? ഇതിന്റെ ഇടയ്ക്കാണ് നെഹമ്യാവ് പ്രാർത്ഥിച്ചത്. Again in the middle we can see, I prayed to the God of heaven. രാജാവിനോട് റിക്വസ്റ്റ് പറയുന്നതിന് മുമ്പ് ദൈവത്തോട് റിക്വസ്റ്റ് പറയുന്നു. Before submitting a request before a king, this man of God Nehemiah submitting a request before the God in heaven. രാജാവിനോട് അപേക്ഷ പറയുന്നതിന് മുമ്പ് മഹാരാജാവിനോട് നമ്മുടെ ആവശ്യം പറയുകയാണ്. ഒരാത്മീയ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു മാൻഡേറ്റ് ആണ് ഈ വാക്യം. മഹാരാജാവിനോട് നമ്മുടെ വേദന പറയാം, മനുഷ്യനോട് പറയുന്നതിന് മുമ്പ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവമാണ് കാര്യങ്ങളെ തിരിച്ചു വരുത്തുന്നത്. Amen. Hallelujah. Before submitting an earnest request to an ordinary king on this earth, he was submitting that request before the King of Kings. ഉടനെ പ്രാർത്ഥിച്ചു. ഷോർട്ട് പ്രയർ. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഷോർട്ട് പ്രയർ. We can see here shooting prayer and a small prayer. ഒരു വിതിൻ സെക്കൻഡ് കൊണ്ട് ഒരു പ്രാർത്ഥന. വിതിൻ സെക്കൻഡ് കൊണ്ട്. കാരണം ഓൾവേസ് കണക്ഷൻ ആണ് കർത്താവുമായിട്ട്. യെസ് ലോർഡ്. കർത്താവിന്റെ ആ ഉള്ളുമായിട്ടുണ്ടല്ലോ, അപ്പ എന്ന് വിളിക്കുമ്പോൾ തന്നെ അറിയാം അവിടെ ഉണ്ട്. He was in constant communion with his father. That's why whenever he prays, suddenly the Lord is answering him. കണക്ഷൻ ഉള്ളത് കൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട്. Since there is a live connection always, he is able to talk to his father and receiving from the other end. വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. നെഹമ്യാവിനോട് ദൈവം ഓൾറെഡി പറഞ്ഞു, നീയാണ് നിയോഗിക്കപ്പെട്ടത്. ആ നിയോഗം മനസ്സിലാക്കിയതിന് ശേഷമാണ് രാജാവിനോട് ചോദിക്കുന്നത്. അത് റിവേഴ്സ് ഓർഡറിലായി പോകരുത്. അവിടെയാണ് നമ്മുടെ പ്രോബ്ലം ഉണ്ടാകുന്നത്. ദൈവത്തിൽ നിന്ന് നിയോഗം പ്രാപിക്കണം. വീണ്ടും രാജാവിലൂടെ ആ നിയോഗം ദൈവം നടത്തുകയാണ്. I believe that Nehemiah received this ordination or the assignment from heaven, from God of heaven. Then only he was submitting this request before an ordinary king on this earth. ഇവിടെ ഒരു കാര്യം കണ്ടു. ഉടനെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഷോർട്ടായിട്ട് പ്രാർത്ഥിക്കേണ്ടടുത്ത് ഷോർട്ടായിട്ട് പ്രാർത്ഥിക്കാൻ പഠിക്കണം. ലോങ് ആയിട്ട് പ്രാർത്ഥിക്കേണ്ടടുത്ത് അല്ലേ. ഇപ്പം ഫുഡിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 10 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം.
അവിടെ ഫൗണ്ടേഷനൊന്നും, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായല്ലോ. ലോങ് പേഴ്സണൽ പ്രയറിൽ എൻ്റെ അഭിപ്രായത്തിൽ 10 മണിക്കൂറും പ്രാർത്ഥിക്കാൻ പറ്റുവാണെങ്കിൽ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. So we need to be practical. Whenever we have a personal prayer, we can long it as long as we wanted. But whenever prayer always depends upon the situation. Be practical. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസറാണ് നെഹമ്യാവ് 5-ാം വാക്യത്തിൽ പറയുന്നത്. രാജാവിന് തിരുവുള്ളമുണ്ടായി, അടിയന് തിരുമുൻപിൽ ദയ ലഭിച്ചു എങ്കിൽ അടിയനെ യഹൂദയിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് അയക്കണമേ എന്ന് ഉണർത്തിച്ചു. 2 ചോദ്യത്തിലൂടെ നെഹമ്യാവിൻ്റെ 2 ആവശ്യം പബ്ലിക്കിൽ പറയുകയാണ്. Here we can see for those 2 open questions, he was publicly answering 2 open answers. If it pleases the king and if your servant has found favor before you, send me to Judah, to the city of my father's tombs, that I may rebuild it. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയിൽ ലോക്കൽ സഭയും അതിൻ്റെ വളർച്ചയും, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു സെൻറ്റൻസ് പറയാം. ലോക്കൽ സഭ വളരണം എന്ന ആഗ്രഹമില്ലാത്ത ആളുകൾ, they are not faithful believers. If a person doesn't have a desire to have a growth in their local church, they are not faithful believers. ലോക്കൽ സഭ ദൈവവചനത്തിൽ നിന്ന് അല്പമെങ്കിലും ദൂരോട്ട് പോകുന്നുണ്ടെന്ന് കണ്ടാൽ, ഉള്ളിൽ വേദനയില്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മൾ പരിശോധിക്കണം. കൊരിന്ത്യരോട് എന്നെ പോൾ പറഞ്ഞത്, നിങ്ങൾ ഇന്നും വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. When a local church deviates away from the word of God, we need to be agonized. Praise the Lord. Hallelujah. 6-ാം വാക്യം, എൻ്റെ സമയം തീരുകയാണ്. 6-ാം വാക്യത്തിനകത്താണ് 2 ക്വസ്റ്റ്യൻ. Again, the next 2 questions we can see in verse 6. 6-ാം വാക്യം, അതിന് രാജാവ്, നിങ്ങളെല്ലാവരും നോക്കിയേ 6-ാം വാക്യം, അതിന് രാജാവും രാജ്ഞിയും അരികിരുന്നിരുന്നു, നിന്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം? That is the third question. Third question, the king along with queen asking the question, how long will your journey be and when will you return? 4-ാമത്തെ question, നീ എപ്പോൾ മടങ്ങി വരും? Fourth question is, when are you going to be returned? എന്ന് അവനോട് ചോദിച്ചു. അങ്ങനെ എന്നെ അയക്കുവാൻ രാജാവിന് സമ്മതമായി. ഞാനൊരു അവധിയും പറഞ്ഞു. 1-ാം അധ്യായത്തിലെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് 2-ാം അധ്യായം 6-ാം വാക്യം. 4 ചോദ്യം ദൈവം അവനോട് ചോദിച്ചു. ദൈവം നെഹമ്യാവിനെ കൊണ്ട് 4 ചോദ്യത്തിന് ഉത്തരം പറയിപ്പിച്ചു. ദിസ് ഈസ് ദ സം ആൻഡ് സബ്സ്റ്റൻസ് ഓഫ് ദിസ് ബുക്ക്. Amen. The question was preparing by the king, by God, and Nehemiah was preparing to ask the questions. And here we can see an answer of a grievous prayer being answered in chapter 2 verse 6. That is what we can see here. എത്ര മനോഹര! ദൈവം കാര്യങ്ങളെ കൊണ്ടുവരുന്ന വഴിയുണ്ടോ? We can see how the Lord directs a plan. ഒരിക്കലെങ്കിലും നമ്മുടെ ചിന്തയിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് പോലും വരികയല്ലേ? പക്ഷേ നെഹമ്യാവിന് അങ്ങോട്ട് പറയാൻ കഴിയാതിരുന്നപ്പം ദൈവം അവൻ്റെ ഹൃദയത്തെ ഭാരം കൊണ്ട് നിറച്ച് മുഖത്തെ അത് കാണുമാറാക്കി ഈ ചോദ്യങ്ങൾ രാജാവിനെ കൊണ്ട് ചോദിപ്പിച്ച് ദൈവം ചില ദിവസങ്ങൾ കൊണ്ട് കാര്യങ്ങളെ തിരിച്ച് മറിച്ച് തൻ്റെ ജനത്തിന് അനുകൂലമാക്കുന്നു. Amen. God was directing, or God was playing a main role, and He is the main one who is directing a king's heart here, and the prayer of a man of God is being answered in a miraculous way. സങ്കീർത്തനം 37:23 വാക്യം എങ്ങനെയാണെന്നറിയാമോ? ഒരുവന്റെ വഴിയിൽ ദൈവം പ്രസാദിച്ചാൽ അവൻ തൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും. The steps of a man are established by the Lord and he delight in his way. Amen. Hallelujah. സ്തോത്രം. അതോ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് മാത്രമേ ആനന്ദമുള്ളൂ? Hallelujah. ഒരുവന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ, അതെൻ്റെ ജോലിയിലാണേലും എൻ്റെ ശുശ്രൂഷയിലാണേലും എൻ്റെ ക്യാരക്ടറിലാണേലും എൻ്റെ മോട്ടീവിലാണെങ്കിലും ദൈവസഭയെ പറ്റിയുള്ള എൻ്റെ ഭാരത്തിലാണെങ്കിലും അവൻ്റെ വഴിയിൽ ദൈവത്തിൻ്റെ മുഖം പ്രസാദിച്ചാൽ ദൈവം അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. അതെന്നോടും നിങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ എപ്പോഴും ശരിയാണ്.
This is a true fact with respect to us as well as our family. If our steps are established by the Lord, then He will delight in our way. Praise the Lord. Amen. സാങ്ഷൻ കിട്ടി, റിക്വസ്റ്റ് പാസ്സായല്ലേ? Here we can see the request has been submitted and it is passed. അവിടെ നീ എപ്പോൾ എത്ര നാൾ വേണം, എപ്പോൾ മടങ്ങി വരും, കൃത്യമായിട്ട് 4 ചോദ്യം നമ്മൾ കണ്ടു. ഒരു എത്ര ടൈമാണ് നെഹമ്യാവ് ചോദിച്ചതെന്ന് നമുക്കറിയില്ല. We are unable to say how long Nehemiah required a date, but here we can see I gave him a definite time. ഇവിടെ 5:14 വായിക്കുമ്പോൾ 12 വർഷം എന്നൊരു കണക്ക് നമുക്ക് കിട്ടും. 5:14 വായിക്കുമ്പോൾ If you look into chapter 5 verse 14, we can see almost 12 years. മേ ബി ഷോർട്ട് ബ്രേക്കിന് പോയതായിരിക്കാം. കാര്യങ്ങൾ തീരാതെ വന്നപ്പോൾ അവധി ലീവ് കൂടുതൽ എടുത്തതായിരിക്കാം. എന്താ അതിന്റെ ആപ്ലിക്കേഷൻ അറിയാമോ? ഒരുവൻ ആത്മീയ കാര്യത്തിന് ജീവിതത്തിലെ നല്ല സമയങ്ങൾ മാറ്റിവെക്കുന്നുണ്ടോ? We can see here a practical application. A man of God was separating the beautiful or the most beautiful time of his lifetime for serving the Lord. പക്ഷെ അവിടെ ജോലി ചെയ്യുമ്പോഴും താൻ ജെറുസലേമിന്റെ ഗവർണർ ആയിരുന്നു. ആ ഫിസിക്കൽ ജോബിനോടുള്ള ബന്ധത്തിൽ തൻ്റെ ആത്മീയതയും തൻ്റെ ശുശ്രൂഷയും എല്ലാം ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു ഭക്തൻ. Though he was doing this God's work here, still he was holding a royal position. He was a governor of a country. നമ്മൾ ചാപ്റ്റർ 13 വേഴ്സ് 6 വായിക്കുമ്പോൾ നെഹമ്യാവ് മടങ്ങിപ്പോയതായിട്ട് വായിക്കുന്നുണ്ട് 13:6. In chapter 13 verse 6 we can see Nehemiah was returning back. വീണ്ടും തിരിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. Again he was coming back to Jerusalem. Praise the Lord. Amen. ഒരു നല്ല ആത്മീയന്റെ ക്യാരക്ടർ മനസ്സിലായോ? ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുമ്പോഴും അവൻ്റെ ഹൃദയത്തിലെ പ്രഥമ ഭാഗവും അവൻ്റെ ആഗ്രഹവും അവൻ്റെ താല്പര്യവുമെല്ലാം ദൈവസഭയാണ്, ദൈവികതയാണ്, ആത്മീയതയാണ്, പിതാക്കന്മാരുടെ പട്ടണമാണ്, ജെറുസലേമിൻ്റെ വഴിയാണ്, വാതിലാണ്. നമ്മളെ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാനായിട്ട് ഇന്ന് പകൽ ദൈവസഭ തയ്യാറാകണം. As a spiritual man, though he was holding such a big and important positions in the physical world, still if he is truly a spiritual man, his mind should always be burdened with the pathetic or desolation of the churches around him. നിങ്ങൾ ഈ 6-ാം വാക്യം വായിച്ചപ്പോൾ ഒരു കാര്യം നോട്ട് ചെയ്തോ? നിനക്ക് എത്ര നാൾ വേണം, എപ്പോൾ മടങ്ങി വരുമെന്ന് രാജാവ്. ഇതാണ് നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ട് പ്രസംഗിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന 70 വീക്സ്. 70 ആഴ്ചവട്ടക്കാലം. ദാനിയേലിന് ആ വാക്യം എനിക്ക് വായിക്കാൻ സമയമില്ല. ദാനിയേൽ 9:25 ഒന്ന് വായിച്ചിട്ട് പോവാം. നിങ്ങൾ ഇട്ടേക്കുന്ന കൗണ്ട് ഡൗൺ ഇച്ചിരി തെറ്റാണ്, ഒന്നുകൂടെ നോട്ട് ചെയ്യണം. ഞാൻ സത്യം പറഞ്ഞാണ് കേട്ടോ, നോക്കിക്കോളൂ. ദാനിയേൽ 9:25. Daniel chapter 9 verse 25. ദാനിയേലും നെഹമ്യാവും സെരുബാബേലും സെക്കറിയാവും ഇവരൊക്കെ വലിയ വലിയ വ്യത്യാസമില്ല. They all were contemporaries. പക്ഷേ 2 സ്ഥലത്ത് ഞാൻ മലാക്കിയുടെ കാര്യം ആദ്യം എടുത്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഇവരെ ഈ 7:25 ദാനിയേൽ പറയുന്ന ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? 7:25 പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് എഴുതിയേക്കുന്നത് നിങ്ങൾ കണ്ടോ? 7:25 ഇങ്ങനെയാണ് വായിക്കുന്നത്. 9:25 9:25 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലത്തിൽ തന്നെ വീണ്ടും പണിയും. എവിടാ തുടങ്ങിയത്? 2:6. പ്രവചനത്തിന്റെ ബാക്ക് ബോൺ എന്നാണ് പറയുന്നത്. നോക്കിയേ, ലോക ചരിത്രത്തിൽ ഒരു മശിഹ വരാനുള്ള ഒരു സമയത്തിന്റെ കാലഘട്ടമായപ്പോൾ നെഹമ്യാവിന്റെ മുഖത്തെ മ്ലാനമാക്കി രാജാവിനെ കൊണ്ട് 4 ചോദ്യം ചോദിച്ച് കേവലം മതിൽ പണി മാത്രമല്ല, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവചനത്തിന്റെ ആരംഭം ആ ചോദ്യത്തിലൂടെ ദൈവം കുറിക്കുകയാണ്. Amen. We can see here in the book of Nehemiah was starting a biggest project. The Messiah was coming
coming through this building of the temple, and it was started, the gate and the wall was being built by Nehemiah, and we can see this has been continued in the book of Daniel 2, chapter 9, verse 25. നോക്കിയേ, നമ്മൾ സാം 119 വാക്യം വായിക്കുന്നുണ്ട്, സകല സൃഷ്ടികളും എൻ്റെ ദാസന്മാരല്ലോ എന്ന് പറഞ്ഞാൽ എന്നാ? അർത്ഥശഷ്ട ലോഞ്ചി മാനസ്, യു ആർ മൈ സ്ലേവ്. Amen. Hallelujah. All human beings are in the hand of God as a slave. കോരശിനെ അഭിഷക്തൻ എന്നല്ലേ വിളിക്കുന്നേ? അതിന്റെ അർത്ഥം യു ആർ മൈ സ്ലേവ്. Sarax, the king Sarax was being titled as an anointed, but he was also a slave in the hand of God. യെശയ്യാവിൽ വായിക്കുന്ന വാക്യം എന്നാ? ഞാൻ എൻ്റെ ഇഷ്ടം നിവർത്തിക്കും. വായിക്കുന്നില്ലേ? ഞാൻ എൻ്റെ ഇഷ്ടം നിവർത്തിക്കും. എഫീഷ്യൻസ് 1:11 വായിക്കുന്ന എന്നാ? തൻ്റെ ഹിതത്തിന്റെ ആലോചന പ്രകാരം സകലതും നിർവഹിക്കുന്ന ദൈവം. And we can see in the book of Isaiah, God is saying that I will do whatever I want to do. And in the book of Ephesians also, according to his own mind or his own pleasure, he is going to conduct certain things. Praise the Lord. Hallelujah. ഞാൻ എൻ്റെ വാക്കുകളെ, ഇതിന്റെ ആശയം മനസ്സിലായോ? തമ്പുരാനാണ് കാര്യം എന്ത് ചെയ്യുന്നേ? Amen. അത് കേവലം മതിലുപണി മാത്രമല്ല, ദൈവത്തിന് അതിനേക്കാൾ ഒരു മെഗാ പ്രോജക്റ്റ് അവിടെ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്നാ? തമ്പുരാൻ്റെ രാജ്യവ്യാപ്തിക്ക് വേണ്ടി ദൈവം നമ്മുടെ പ്രാർത്ഥനയുടെ ചെറിയ കാര്യങ്ങളുടെ മറുപടിയിലൂടെ ആയിരിക്കാം ആത്യന്തിക ലക്ഷ്യം ദൈവരാജ്യത്തിന്റെ വളർച്ചയാണ്. അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. വഴി തുറക്കുന്നത് തൽക്കാലം മതില് പണിയാനായിട്ടായിരിക്കാം, ജോലി കിട്ടാനായിട്ടായിരിക്കാം, വിസ കിട്ടാനായിട്ടായിരിക്കാം, പക്ഷെ ലക്ഷ്യം അതല്ല. ഒരു അൾട്ടിമേറ്റ് ഗോളിലേക്ക് തമ്പുരാൻ നമ്മളെ നടത്തുന്നു എന്നാണ് ഒരു ആത്മീയം മനസ്സിലാക്കേണ്ടത്. Amen. A spiritual man should always think that maybe a lot of things, a lot of prayers are being answered or not answered in your life in this physical world, but in everything God worked together for the good of those who love him, who have been called according to his purpose. നെഹമ്യാവ് 2:8 എങ്ങനെ വായിക്കുന്നേ? Nehemiah chapter 2 verse 8, in this way we are reading. രാജാവിനോട് നെഹമ്യാവ് പറയാ, ഞാൻ പോവാണ്, എനിക്ക് 2 കാര്യം വേണം. ഒന്ന്, എനിക്കൊരു ലെറ്റർ തന്നു വിടണം. 2, എനിക്കതിന് വേണ്ട വുഡ് പണി ചെയ്യാനായിട്ടുള്ള തടിയും എനിക്ക് വേണം. Nehemiah was answering to the king with 2 requests. First request was he was asking a letter to the Asaph, the keeper of the king's forest, and then he was asking some timbers to make beams for the gates of that heaven. ഇത്രയും വർഷം സേവിച്ചതുകൊണ്ട് ചോദിക്കാനായിട്ടുള്ള ആ റാപ്പോ നെഹമ്യാവിനുണ്ടായിരുന്നു രാജാവിനോട്. Nehemiah was able to ask this type of request because he already built up a good rapport before the king. ഈ 8-ാം വാക്യത്തിന്റെ ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ, എന്താ നെഹമ്യാവ് പറഞ്ഞെന്ന്? We can see chapter 8 last verse. What was Nehemiah's answer? എൻ്റെ ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് അതെനിക്ക് തന്നു. Amen. Because it is all God's desire or God's will. That is the reason God is answering my prayer. ഞാൻ ഇത്രയും കാലം ഫെയ്ത്ത്ഫുൾ ആയിരുന്നുകൊണ്ട് രാജാവ് എനിക്ക് തന്നു എന്നല്ല പറഞ്ഞേ. Amen. Nehemiah was not mentioning that since I have been faithful for the past years until now, that is the reason I received a prayer request. എൻ്റെ കഴിവ് കൊണ്ടുള്ള എൻ്റെ ചോദ്യത്തിന്റെ ക്ലാരിറ്റിയിൽ എനിക്ക് കിട്ടിയെന്നല്ല പറഞ്ഞത്. He was not saying that അതൊക്കെ വേണമെങ്കിൽ പറയാനായിട്ടുള്ള എല്ലാ കഴിവുള്ളയാളാണ് അദ്ദേഹം. Nehemiah didn't claim that he had all the ability to present a request in a good clarity, but he was not saying anything, not because any of his merits, but purely on his grace. പിന്നീട് നെഹമ്യാവ് ഈ പുസ്തകം എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവിനാൽ തന്നെ എഴുതുകയാണ്, എൻ്റെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായിരുന്നുകൊണ്ട് എനിക്കതെല്ലാം രാജാവ് തന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, ഞാനാകുന്നത് കൃപയാലാകുന്നു, ലഭിച്ചതല്ലാതെ എനിക്കൊന്നുമില്ല. ഇന്നെന്തെങ്കിലും എൻ്റെ കയ്യിൽ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം എനിക്ക് അനുകൂലമായത് മാത്രമാണ്. സകല മഹത്വവും ദൈവത്തിന്. We all should be able to say everything not on any of my merits, but everything 100% grace from above. എല്ലാം അനുകൂലമായിട്ട് വരാൻ കാര്യം എന്നാണെന്നറിയാമോ?
God's grace. Amen. Here, everything is working together for the good of this person who is praying. That is also according to God's will. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? If God is for us, who can be ജീവിതത്തിന്റെ against us? ക്രൈസിസിന്റെ നടുവിൽ ഒരാത്മീയനെ കർത്താവിൽ ആശ്രയിച്ച് പറയാം, ദൈവം അനുകൂലമെങ്കിൽ. A spiritual man, during his life's crisis, he can stand boldly and say strongly, if God is for me, who can be against me? അർത്ഥശസ്ത്ര രാജാവിന്റെ മനസ്സുണർത്താമെങ്കിൽ തമ്പുരാൻ ഇന്നും ആരുടെയും മനസ്സും എന്ത് ചെയ്യാം? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? If an ordinary king's heart being turned by a heavenly king of kings, what else cannot he do? 2:10 ഒരു വലിയ പ്രശ്നമാണ്. ഒരു നെഹമ്യാവ് വരുമ്പം വലിയ ക്രൈസിസ് അതിനകത്തുനിന്നുണ്ടാകുകയാണ്. ഏറ്റവും വലിയ ക്രൈസിസ് ജെറുസലേമിനകത്തുനിന്ന് തന്നെ ഉണ്ടാകുകയാണ്, പുറത്തുനിന്നല്ല. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്നാണെന്നറിയാമോ? സഭയ്ക്കകത്താണ്. സൻബല്ലത്തും തോബിയാവും എന്നാ പറഞ്ഞേ, ഒരുത്തൻ പണിയാൻ വേണ്ടി, എനിക്ക് ഇച്ചിരി ലാംഗ്വേജ് ഒക്കെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരുത്തൻ ഗുണം പിടിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തേക്കുക? പഴയ ആൾക്കാരെല്ലാം പറയാം, ഗുണം പിടിപ്പിക്കാൻ വേണ്ടി ഒരുത്തൻ വന്നേക്കുക. നെഹമ്യാ പറയാം, അല്ലല്ല, അതെ രാജാവിന്റെ എഴുത്ത് എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് എടുത്ത് കാണിച്ചോ? ഇല്ല. We can see here. ആ ഒരു ക്യാരക്ടർ ഉണ്ടോ? ഇങ്ങോട്ട് നോക്ക, ഇതേ ലെറ്റർ. നോ, ആത്മീയന് ലെറ്റർ ഒന്നും എന്ത് ചെയ്യണ്ട. Hallelujah. കുറുക്കൻ കയറിയാൽ എന്ത് ചെയ്യും? മതില് വീഴും. നെഹമ്യാ പറയാം, കുറുക്കനല്ല, ആന കയറിയാലും വീഴുകയല്ല. പറഞ്ഞോ? ഇല്ല. പറഞ്ഞില്ല. ആത്മീയം വഴക്ക് പിടിക്കുകയല്ല. അവൻ അവിടുന്ന് ഒതുങ്ങുകയുള്ളൂ. അവരെന്തേലും പറയട്ടെ, എൻ്റെ ദൈവത്തിന്റെ കരവ് എനിക്ക് അനുകൂലമാണെങ്കിൽ ഞാൻ ഈ മതിൽ പണിയും, ഞാൻ ഇതിന് വാതിൽ വെക്കും, ഇതിനകത്തെ സമ്മിശ്ര ജാതിയെ ഞാൻ ഇതിനകത്തുനിന്ന് പുറത്താക്കും. ചാപ്റ്റർ 13 വായിച്ചാൽ മതി. എൻ്റെ ഇൻട്രൊഡക്ഷൻ അത് ഞാൻ പറഞ്ഞായിരുന്നു. ഇവന്മാരെ എല്ലാം പുറത്താക്കുകയാണ് അവിടുന്ന്. Here we can see, though the prayers were answered for that man of God, a lot of challenges this man of God was facing. Especially a great challenge was being initiated from inside his own group. But still, he was not showing or claiming any of his abilities or his merits. But he is submitting silently everything to God and submitting his mission in the presence of King of the King. പ്രിയപ്പെട്ടവരെ, പ്രതികൂലം കൂടുമ്പോൾ ഓർത്തോണം, രണ്ട് കാര്യമുണ്ട്. ഒന്ന്, എന്നെ കർത്താവിനൊന്ന് പണിയണം. രണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി ഒന്ന് വെളിപ്പെടുത്തണം. Whenever you face a challenge, stop there and think, God wants to use you and God wants to reveal a purpose in you. ഞാൻ ശുശ്രൂഷയിൽ വചനം പ്രസംഗിക്കാൻ പോയിടത്തൊക്കെ വിദേശയാത്ര പോലും എൻ്റെ ക്യാൻസൽ ആയിട്ടുണ്ട്. ഞാൻ വചനം പ്രസംഗിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് വിദേശയാത്ര പോലും എന്നെ വിളിച്ച് ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അത് സിയാറ്റിലും ഉണ്ടാവും, ഞാൻ ഏത് രാജ്യത്ത് പോയാലും ഉണ്ടാവും. പക്ഷേ കർത്താവ് നമ്മളെ പണിയുകയാണ്. നമുക്ക് കണക്ക് കൊടുക്കേണ്ടത് നമ്മുടെ രാജാവിനോടാണ്. ദൈവമുമ്പാകെ നമുക്കായിരിക്കാം വിശ്വസ്തയോടെ. കർത്താവിൻ്റെ സമയം വരുന്നുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ കരം എനിക്ക് അനുകൂലമായിരിക്കുന്നതുകൊണ്ട് ഞാൻ കാര്യം സാധിപ്പിക്കും. Amen. We always need to think that if God has set a mission on you, no one can stand against you. So submit all things before the Lord. Commit your ways to the Lord. Trust in Him and He will do this. കരമെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ.